നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കിയിൽ വേനലിനുണ്ടായ കൃഷിനാശം വിലയിരുത്താൻ വകുപ്പ് മന്ത്രി പി പ്രസാദ് ജില്ലയിൽ സന്ദർശനം നടത്തി. അതിരൂക്ഷമായ വരൾച്ചയിൽ കൃഷിനാശം സംഭവിച്ച കർഷകരെ സ്പൈസസ് ബോർഡ് അടക്കമുള്ള കാർഷിക ബോർഡുകൾ സഹായിക്കണമെന്ന് മന്ത്രി. നാശനഷ്ടം നേരിട്ട കർഷകർക്ക് അർഹമായ സഹായം സർക്കാർ നൽകുമെന്നും ഉറപ്പ്. തമിഴ്നാട്ടിലെ കമ്പത്ത് കാറിനുള്ളിൽ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കോട്ടയം വാകത്താനത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ജോർജ് പി സക്കറിയ, ഭാര്യ മേഴ്സി, മകൻ അഖിൽ എന്നിവർ. മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കമ്പംമെട്ട് റോഡിൽ നിന്ന് മാറിയുള്ള തോട്ടത്തിനകത്ത് പാർക്ക് ചെയ്ത കാറിനുള്ളിൽ. അരിക്കൊമ്പൻ വിദഗ്ധ സമിതി റിപ്പോർട്ടിനെതിരെ ചിന്നക്കനാൽ, മൂന്നാർ മേഖലകളിൽ പ്രതിഷേധം ശക്തമാകുന്നു. റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി. ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന റിപ്പോർട്ടിനെതിരെ പഞ്ചായത്ത് ഹൈക്കോടതിയെയും സമീപിക്കും. കട്ടപ്പനയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ 18, 19 തീയതികളിൽ നടത്തുവാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. അടിയന്തര നടപടി. പുളിയൻമലയിൽ 10ഓളം ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ. വിശദമായ വാർത്തകൾ. ഇടുക്കിയിലുണ്ടായ അതിരൂക്ഷമായ വരൾച്ചയിൽ കൃഷിനാശം സംഭവിച്ച കർഷകരെ സ്പൈസസ് ബോർഡ് അടക്കമുള്ള കാർഷിക ബോർഡുകൾ സഹായിക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. രൂക്ഷമായ വേനലിൽ നശിച്ച കട്ടപ്പന മേഖലയിലെ കൃഷിയിടങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശസാൽകൃത ബാങ്കുകൾ കർഷകർക്ക് നൽകിയിട്ടുള്ള വായ്പകളിൽ പലിശയിളവ് നൽകണമെന്നും നാശനഷ്ടം നേരിട്ട കർഷകർക്ക് അർഹമായ സഹായം സർക്കാർ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കട്ടപ്പനയിൽ വള്ളക്കടവ്, സുവർണഗിരി എന്നീ മേഖലകളിലും കാഞ്ചിയാറിൽ പാലാക്കട, നരിയമ്പാറ എന്നിവിടങ്ങളിലെ കരിഞ്ഞുണങ്ങിയ ഏലത്തോട്ടങ്ങളുമാണ് മന്ത്രി സന്ദർശിച്ചത്. ഇതിനുശേഷമാണ് കട്ടപ്പനയിൽ കർഷക സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. കേരളത്തിലെ കാർഷിക മേഖലയിൽ ആകമാനമുണ്ടായ നാശനഷ്ടങ്ങളിൽ കൂടുതലും ഉണ്ടായത് ഇടുക്കിയിലാണ്. പ്രാഥമിക അന്വേഷണത്തിൽ 175 കോടി രൂപയുടെ നഷ്ടം ഇടുക്കിയിൽ മാത്രമുണ്ട്. കൃഷിവകുപ്പിന്റെ കണക്ക് പ്രകാരം 16,200 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കൃഷിനാശം സംഭവിച്ച കർഷകരെ സ്പൈസസ് ബോർഡ് അടക്കമുള്ള കാർഷിക ബോർഡുകൾ സഹായിക്കണമെന്ന് ആവശ്യപ്പെടും. മുഖ്യമന്ത്രി വിവിധ ബോർഡുകൾ, ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ആ സഹായത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് ഒരുപാട് പരിമിതികളുള്ള മേഖലയാണിത്. കുറേ നമുക്ക് കമ്മ്യൂണിറ്റി ബോർഡുകളുണ്ട്. ഇപ്പോൾ കോഫി ബോർഡ്, ടീ ബോർഡ്, സ്പൈസസ് ബോർഡ്, കുറേയേറെ ബോർഡുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ബോർഡുകൾ ഫലപ്രദമായി ഇക്കാര്യത്തിൽ ഇടപെട്ടേ മതിയാവുകയുള്ളൂ. കേവലമായ ഒരു സംവിധാനം മാത്രമായി അതങ്ങനെ ഒതുങ്ങിയിരുന്നാൽ കർഷകർക്ക് സഹായകമായി നിൽക്കുകയില്ല. അപ്പോൾ കർഷകരെ സഹായിക്കാൻ ഇങ്ങനെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ സ്പൈസസ് ബോർഡ് അടക്കമുള്ള നമ്മുടെ ബോർഡുകൾ, അവിടെ കോഫി ബോർഡും ടീ ബോർഡും എല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചവരാണ്. തേയിലയുടെ കാര്യത്തിനകത്തും നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് ഇടുക്കി. അതുകൊണ്ട് ഇടുക്കിയുടെ കാര്യത്തിലായാലും മറ്റ് ജില്ലകളുടെ കാര്യത്തിലായാലും ഈ ബോർഡുകൾ കൃത്യമായ എന്ന വണ്ണം സഹായിക്കാൻ സന്നദ്ധമാവുകയും സഹായ നടപടികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വായ്പ എടുത്തിട്ടുള്ള കർഷകരുടെ കാര്യം ഉന്നയിച്ചു. നമുക്ക് കേരളത്തിൽ തന്നെ കടാശ്വാസ കമ്മീഷൻ നിലവിലുണ്ട്. ആ കടാശ്വാസ കമ്മീഷൻ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളോട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കേന്ദ്രമാണ് ആ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ കാര്യത്തിൽ ആവശ്യപ്പെടാൻ സംസ്ഥാന ഗവൺമെൻറ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇളവുകൾ അനുവദിക്കേണ്ടതുണ്ട്. മൊറട്ടോറിയം പ്രഖ്യാപിച്ചാൽ അടയ്ക്കുന്നതിനുള്ള സമയം നീട്ടിക്കിട്ടുന്നുള്ളതല്ലാതെ പലിശയ്ക്കകത്തൊന്നും യാതൊരു ഇളവും ഉണ്ടാകുന്നില്ല. മൊറട്ടോറിയം കൊണ്ട് കർഷകനൊരു ചെറിയത് കിട്ടുന്നത് അടയ്ക്കാനുള്ള സമയം നീട്ടിക്കിട്ടുന്നു. പക്ഷേ തുക പലിശയ്ക്കകത്ത് ഒരു ഇളവും വരാതിരിക്കുമ്പോൾ കർഷകർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഭവിക്കുക. അതുകൊണ്ട് മൊറട്ടോറിയം പോലുള്ള കാര്യങ്ങളല്ല, കർഷകർക്ക് വായ്പയ്ക്ക് എടുത്തിരിക്കുന്ന കർഷകർക്ക് പലിശയ്ക്കകത്ത് ഇളവുകൾ കൊടുക്കുന്നതിലേക്ക് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകൾ അടക്കമുള്ളവ ചിന്തിക്കേണ്ടതുണ്ട്. സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റി മുമ്പാകെ ഞങ്ങൾ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. വീണ്ടും ആ കാര്യം ഉന്നയിക്കാനാണ് ആലോചിക്കുന്നത്. നബാർഡ് പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഗ്രാമീണ മേഖലയെ സഹായിക്കാൻ വേണ്ടി രൂപം കൊണ്ടതാണ്. ഗ്രാമീണ മേഖലയും കാർഷിക മേഖലയും ഈ വരൾച്ചയുടെ ഭാഗമായി, ഉഷ്ണതരംഗത്തിൻ്റെയൊക്കെ ഭാഗമായി വലിയ തകർച്ചയിലേക്ക് എത്തുമ്പോൾ നബാർഡ് പോലുള്ള സ്ഥാപനങ്ങൾ നമ്മളെ സഹായിച്ചേ മതിയാവുള്ളൂ. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായ പാക്കേജുകൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ ഇതെല്ലാം. അതിനെ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് സഹായിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതിനാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഒരു പെരുമാറ്റച്ചട്ടത്തിൻ്റെ പ്രശ്നം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ സംഘം കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നടപടി നീക്കണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. കേരളത്തിൽ കടാശ്വാസ കമ്മീഷൻ ഉണ്ടെങ്കിലും സഹകരണ ബാങ്കുകൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്.
ദേശസാൽകൃത ബാങ്കുകൾ കർഷകർക്ക് നൽകിയിട്ടുള്ള വായ്പകളിൽ പലിശ ഇളവ് നൽകണം. നാശനഷ്ടം നേരിട്ട കർഷകർക്ക് അർഹമായ സഹായം സർക്കാർ നൽകുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. MLA-മാരായ MM മണി, വാഴൂർ സോമൻ, A രാജ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ CV വർഗീസ്, K സലിംകുമാർ, KK ശിവരാമൻ, ജോസ് പാലത്തിനാൽ തുടങ്ങിയവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇടുക്കിയെ വരൾച്ചാബാധിത ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന് യോഗത്തിൽ പൊതുവെ ആവശ്യം ഉയർന്നു. കടുത്ത വേനലിൽ വ്യാപക കൃഷിനാശം സംഭവിച്ച കുമളി ഗ്രാമപഞ്ചായത്തിലെ വെള്ളാരംകുന്നിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സന്ദർശനം നടത്തി. പ്രദേശത്ത് നിരവധി കർഷകരുടെ ഏലത്തോട്ടങ്ങൾ കരിഞ്ഞുണങ്ങിയിരുന്നു. ഇതിലേതാനും തോട്ടങ്ങളാണ് മന്ത്രിയും സംഘവും സന്ദർശിച്ചത്. ഇത്തവണത്തെ കടുത്ത വേനൽ ഏറ്റവും കൂടുതൽ ദുരിതം സൃഷ്ടിച്ചത് ഏലം കൃഷിക്കാണ്. ജില്ലയിലുണ്ടായ കൃഷി നാശനഷ്ടങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തുന്നതിനായിട്ടാണ് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് കൃഷിസ്ഥലങ്ങൾ സന്ദർശിച്ചത്. ഏലം കൃഷിക്ക് നാശം സംഭവിച്ച കുമളി വെള്ളാരംകുന്നിലും മന്ത്രി സന്ദർശനം നടത്തി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനൊപ്പം മന്ത്രി പി പ്രസാദ് കുമളി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട വെള്ളാരംകുന്ന് പ്രദേശത്തെ ഏതാനും ഏലത്തോട്ടങ്ങളിൽ സന്ദർശനം നടത്തി. വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധന പ്രകാരമുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുവാൻ തക്ക നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. പീരുമേട് MLA വാഴൂർ സോമൻ, CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം രാജൻ നീർണാങ്കുന്നേൽ, കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം സ്ഥലങ്ങൾ സന്ദർശിച്ചു. കട്ടപ്പനയിലെ വരൾച്ച ബാധിത പ്രദേശങ്ങൾ കൃഷി വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സന്ദർശിക്കുകയും കർഷക സംഘടനാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്ത പരിപാടികളിൽ നിന്ന് നഗരസഭ ഭരണപക്ഷം വിട്ടുനിന്നത് പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ. MLA-മാരും ജനപ്രതിനിധികളും കർഷക പ്രതിനിധികളും പങ്കെടുക്കുമ്പോഴും ജില്ലയെ ബാധിച്ച ഇത്തരം പ്രതിസന്ധികളിൽ രാഷ്ട്രീയ വൈരാഗ്യമാണ് നഗരസഭാ ഭരണസമിതി പുലർത്തുന്നതെന്ന് കൗൺസിലർ ബെന്നി കുര്യൻ ആരോപിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരൾച്ച ഉണ്ടായ ഒരു പ്രദേശമാണ് നമ്മുടെ ഇടുക്കി ജില്ലയും അതുപോലെ തന്നെ ഹൈറേഞ്ച് മേഖലയും. അപ്പോൾ അത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഹൈറേഞ്ച് മേഖലയിൽ കൃഷിയുള്ള ഏലവും അത് പച്ചക്കറി കൃഷികളൊക്കെ ഉള്ളപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയും ഇടുക്കിയിലെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിയായ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള MLA-മാരെല്ലാം ഈ സ്ഥലത്ത് വന്ന് ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും കർഷകർക്ക് ഏറ്റവും അനുകൂലമായ നിലപാടെടുക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതേറെ സന്തോഷകരമാണ്. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, ഇത്രയും വലിയ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാരും MLA-മാരും ഒക്കെ കട്ടപ്പന വന്നപ്പോൾ നമ്മുടെ കട്ടപ്പന നഗരസഭയെ പ്രതിനിധീകരിച്ച് നമ്മുടെ ചെയർപേഴ്സണോ അല്ലെങ്കിൽ ഭരണകക്ഷിയിൽ നിന്നുള്ള ഒരു കൗൺസിലർമാർ പോലും പങ്കെടുത്തില്ല എന്നുള്ളത് ഏറെ പ്രതിഷേധകരമാണ്. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ജില്ലയിൽ സന്ദർശനം നടത്തിയത് വെറും രാഷ്ട്രീയ നാടകമെന്ന് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ. LDF അനുഭാവികളായ ആളുകളുടെ കൃഷിയിടങ്ങൾ മാത്രമാണ് മന്ത്രി സന്ദർശിച്ചത്. ചർച്ചകൾ നടത്തിയതും അത്തരത്തിലുള്ള ആളുകളുമായിട്ടാണ്. നഗരസഭയെയോ കൃഷിയിടം സന്ദർശനം നടത്തിയ മേഖലയിലെ കൗൺസിലർമാരെയോ വിവരം അറിയിച്ചില്ലെന്നും വരൾച്ച ബാധിച്ച കൃഷിക്കാരുമായി നേരിട്ടുള്ള സംവാദമായിരുന്നു വിഷയത്തിൽ വേണ്ടിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഏക്കർ കണക്കിന് ഏലത്തോട്ടങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കടമാക്കുഴി, വള്ളക്കടവ്, അതുപോലെ തന്നെ ഒരേക്കർ 2 ഏക്കറുള്ള നിരവധി തോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ നാശനഷ്ടങ്ങൾ നേരിൽ കണ്ടെന്ന് വിലയിരുത്തുന്നതിന് പ്രത്യേക സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് സന്ദർശനം നടത്തുകയോ ഇനി അത്തരത്തിലുള്ള കർഷകരെ നേരിട്ട് കണ്ടോ ഇല്ലെങ്കിൽ അവരെ ഒരു പൊതുവേദിയിലേക്ക് വിളിച്ചു വരുത്തി ഒരു ചർച്ച നടത്തി അവരുടെ എന്താണ് നാശനഷ്ടം എന്നുള്ള കാര്യം ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിനെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. അതുതന്നെയല്ല വിഷയം. കട്ടപ്പന മുനിസിപ്പാലിറ്റി പരിധിയിൽ ഈ സന്ദർശനം നടത്തിയ സമയത്ത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ബന്ധപ്പെട്ട കൗൺസിലർമാരെ, ആ വാർഡ് കൗൺസിലർമാരെങ്കിലും ഒന്ന് അറിയിക്കേണ്ട. ആ മേഖലയിൽ കടന്നു പോകുമ്പോൾ അവർക്കല്ലേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാർഷിക മേഖലയുടെ വരൾച്ച സംബന്ധിച്ചും ദുരിതം അനുഭവിച്ച കർഷകരെ കുറിച്ച് വ്യക്തമായ ബോധ്യം അവർക്കുണ്ടാവുകയുള്ളൂ. അത് സംബന്ധിച്ച് ഒരു ജനപ്രതിനിധികളെ പോലും വിഷയങ്ങൾ അറിയിക്കാതെ, ബന്ധപ്പെട്ട മുനിസിപ്പൽ കൗൺസിലിനെ അറിയിക്കാതെ വളരെ പെട്ടെന്നൊരു ഷാർപ്പ് ടൈമിൽ മന്ത്രി വരുന്നുള്ള പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഇല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഞങ്ങൾ മാധ്യമങ്ങളോട് മാത്രമാണ് അറിഞ്ഞത്. അതിനുശേഷം ഇന്ന് പത്രത്തിലാണ് നമ്മൾ ആ വാർത്ത അറിഞ്ഞത്, ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വരുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ഈ കൃഷി വകുപ്പ് മന്ത്രിയുടെ സന്ദർശനം ഇവിടുത്തെ കർഷക സംഘടനകളും അതുപോലെ തന്നെ സാമുദായിക സംഘടനകളും എല്ലാം തന്നെ പ്രത്യേകിച്ച് കർഷകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നതാണ്. പക്ഷേ അതിനുവേണ്ടി മാധ്യമങ്ങൾ പോലും വലിയ സപ്പോർട്ടാണ് നൽകിയിരുന്നത്. പക്ഷേ അതിൻ്റെ യാതൊരുവിധമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുവാൻ ഇന്നത്തെ സന്ദർശനം കൊണ്ട് സാധിച്ചിട്ടില്ല. വലിയ കൃത്യവിലോപം ആണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ ഇവിടെ MLA ആയിട്ടും എത്ര കാലഘട്ടമായി. അദ്ദേഹത്തിന് ഈ ഒരു ജനതയോട് വലിയൊരു ഈ കാര്യത്തിനകത്ത് ഒരു ആത്മാർത്ഥത കാണിക്കേണ്ടല്ലേ? അദ്ദേഹത്തിന് ഈ നാട്ടിനെക്കുറിച്ചൊക്കെ വലിയ ബോധ്യമുള്ള ഒരാളല്ലേ?
എന്തുകൊണ്ട് മന്ത്രിയായതിനു ശേഷം അദ്ദേഹം തീർത്തും ഒരു LDFന്റെ കളിപ്പാവയായി മാത്രം മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുവേണ്ടി മാത്രം നിൽക്കുന്നു. ഇന്നത്തെ സന്ദർശനത്തിനകത്ത് LDFന്റെ ഒരു സമ്മേളനം പോലെയാണ്, LDFന്റെ ഒരു പരിപാടി നടത്തുന്ന പോലെ കുറേ നേതാക്കന്മാർ കൂടെ മാത്രം നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെ കൊണ്ടുവരാൻ സാധിച്ചത്. ഇത് തീർത്തും പ്രഹസനമാണ്. തമിഴ്നാട്ടിലെ കമ്പത്ത് കാറിനുള്ളിൽ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം വാകത്താനത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ജോർജ് പി സ്കറിയ, ഭാര്യ മേഴ്സി, മകൻ അഖിൽ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കമ്പമട്ട് റോഡിൽ നിന്ന് മാറിയുള്ള തോട്ടത്തിനകത്ത് പാർക്ക് ചെയ്ത കാറിനുള്ളിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മൂവരെയും കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ വാകത്താനം പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കാഞ്ഞിരമുട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇവർ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് നാട് വിട്ടതാണെന്നാണ് കരുതുന്നത്. രാവിലെയാണ് കാറിനുള്ളിൽ മൃതദേഹങ്ങൾ കണ്ടത്. സ്ഥലത്ത് ജോലിക്കായി എത്തിയ തൊഴിലാളികൾ കാറിനുള്ളിൽ മൃതദേഹങ്ങൾ കിടക്കുന്നത് കണ്ട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് തമിഴ്നാട് പോലീസിന്റെ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി കാർ തുറന്ന പരിശോധനകൾ നടത്തി. കാറിനകത്ത് നിന്ന് കീടനാശിനിയുടെ കുപ്പിയടക്കം ലഭിച്ചിട്ടുണ്ട്. ഇതോടെ മൂവരും ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അരിക്കൊമ്പൻ വിദഗ്ധ സമിതി റിപ്പോർട്ടിനെതിരെ ചിന്നക്കനാൽ, മൂന്നാർ മേഖലകളിൽ പ്രതിഷേധം ശക്തമാകുന്നു. റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി. ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന റിപ്പോർട്ടിനെതിരെ പഞ്ചായത്ത് ഹൈക്കോടതിയെയും സമീപിക്കും. അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്ന് മാറ്റുന്നതിനൊപ്പം മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള ശുപാർശകൾ സമർപ്പിക്കാനും സമിതിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. കാട്ടാനകളുടെ സുഗമമായ സഞ്ചാരത്തിനായി ആനയിറങ്കൽ മുതൽ ഓൾഡ് ദേവികുളം വരെ ഇടനാഴി ഉണ്ടാക്കണമെന്നാണ് പ്രധാന ശുപാർശ. 301 80 ഏക്കർ എന്നീ ആദിവാസി കോളനികളിലുള്ളവരെ സ്വമേധയാ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിയെടുക്കണം. ഇതോടൊപ്പം കൊലുക്കുമലയുൾപ്പെടെയുള്ള ജീപ്പ് സഫാരികൾക്കും രാത്രിയാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിൽ ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഉയരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കിയത്. സർവകക്ഷി യോഗം ചേർന്ന് പ്രതിഷേധ പരിപാടികൾ നടത്താനും നിയമ പോരാട്ടം തുടരാനും തീരുമാനിച്ചതായി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പറഞ്ഞു. ഈ വിദഗ്ധ സമിതി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ജനപ്രതിനിധികളെയോ മറ്റാരെയും കാണാതെ ഏകപക്ഷീയമായി അരിക്കൊമ്പൻ കേസിലെടുത്ത ഒരു റിപ്പോർട്ടാണ് ഇപ്പോഴും പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്യമൃഗശല്യം കൂടുതലുള്ള ഈ സ്ഥലങ്ങളിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികൾ മാത്രമാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ ഈ ആനയെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്രയും ഫോറസ്റ്റ് ഏരിയ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഒരു ചൂട് പുല്ല് വെച്ച് പിടിപ്പിക്കാനോ മറ്റു മാർഗങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിനെതിരെ നാളെ കോടതിയിൽ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം, ഹൈക്കോടതിയിൽ. തുടർന്ന് ഇതിനൊരു ന്യായമായിട്ടൊരു തീരുമാനമായില്ലെങ്കിൽ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങേണ്ടതും, അതുപോലെ മന്ത്രിസഭാ തലത്തിൽ ഈ കാര്യം നമ്മുടെ പഞ്ചായത്ത് പ്രമേയം പാസ്സാക്കിയ കാര്യങ്ങൾ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയൊക്കെ ബോധ്യപ്പെടുത്താനും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങളെ നേരിൽ കാണുകയോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയോ ചെയ്യാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ആരോപണമുണ്ട്. ചിന്നക്കനാൽ പഞ്ചായത്ത് വനമാക്കി മാറ്റുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് റിപ്പോർട്ടെന്നാണ് പ്രധാന ആശങ്ക. കട്ടപ്പനയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ 18, 19 തീയതികളിൽ നടത്തുവാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. പുളിയൻമലയിൽ 10ഓളം ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് അടിയന്തര നടപടി. പകർച്ചവ്യാധികൾ ജില്ലയുടെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അടിയന്തര പ്രതിരോധ നടപടികൾക്കൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങളും കട്ടപ്പന നഗരസഭയുടെ 34 വാർഡുകളിലും 18, 19 തീയതികളിൽ നടത്തുന്നതിനാണ് കൗൺസിൽ യോഗത്തിൽ തീരുമാനമായത്. ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകൾ, സ്ഥാപനങ്ങൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങൾ മാലിന്യമുക്തമാക്കാൻ തീവ്ര ശുചീകരണം നടത്തും. കട്ടപ്പന നഗരസഭ അതിർത്തിയായ വണ്ടൻമേട് പഞ്ചായത്തിന്റെ ഭാഗമായ പുളിയൻമലയിൽ 10ഓളം ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു. എല്ലാ വാർഡിലും മഴക്കാലത്തിനോടനുബന്ധിച്ച് വാർഡുകളിൽ ശുചിത്വ ഇത് നടത്തണമെന്ന് നമ്മൾ അറിയിക്കുകയും എല്ലാ വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തന്നെ ആ പ്രദേശത്തെ സന്നദ്ധ സംഘടനകൾ, ഹെൽത്ത് സ്റ്റാഫുകൾ, ആശാ വർക്കേഴ്സ് എല്ലാവരുടെയും നേതൃത്വത്തിൽ നടത്താൻ വേണ്ടിയിട്ട് മഴക്കാലപൂർവ്വ ശുചീകരണം നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ നഗരസഭാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് പുളിയൻമലയിൽ നടക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിൻ സുറിയക് പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കട്ടപ്പന നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ 18, 19 തീയതികളിൽ എല്ലാ വാർഡുകളിലും വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതാത് വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ, വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
വാർഡിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതു ശുചീകരണം നടത്തുകയും അതുവഴി ഒരു ശുചിത്വ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 18, 19 തീയതികളിലായിട്ടാണ് കട്ടപ്പന നഗരസഭയിലെ എല്ലാ വാർഡുകളിലും ഈ പ്രവർത്തനങ്ങൾ നടക്കും. നമ്മളല്ലാതെ തന്നെ പൊതു ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. നമ്മുടെ ശുചീകരണ തൊഴിലാളികളെ, ഹരിതകർമ്മസേനാംഗങ്ങളെ എല്ലാം ഉപയോഗിച്ച് പൊതു വഴികളിൽ, പൊതു സ്ഥലങ്ങളിലൊക്കെ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ നമ്മൾ നീക്കം ചെയ്തു വരുന്നുണ്ട്. പ്രധാനമായിട്ടും പുളിയമല റോഡ്, നമ്മൾ പുളിയമല റോഡിലെ ഇരുവശങ്ങളിലും നമ്മൾ പലതവണ അത് ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും പൊതു വഴിയിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന ഒരു ശീലം ഇപ്പോഴും തുടരുന്നു. അത് വീണ്ടും നമ്മൾ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എല്ലാവരുടെയും നേതൃത്വത്തിൽ നാളെ ഒരു പൊതു ശുചീകരണ പരിപാടിയായിട്ട് പുളിയമ്മല തൊട്ട് ആ റോഡിലെ ഇരു സൈഡുകളും ക്ലീൻ ചെയ്യുന്നതിന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതാണ്. ജലസ്രോതസ്സുകളിലേക്ക് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ്. ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പൊതുജനങ്ങളുടെ സഹായത്തോടെ കണ്ടെത്തും. അടഞ്ഞുപോയ നിരവധി കലങ്കുകൾ തുറക്കുകയും കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുവാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. ഇനി HCN വാർത്താ പരമ്പരയായ കുരുക്കഴിയാത്ത കട്ടപ്പന. ബൈപ്പാസ് റോഡുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ടൗണിൽ പൊതുവായ പാർക്കിംഗ് സംവിധാനം ഉണ്ടാകുകയും ചെയ്താൽ കട്ടപ്പനയുടെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. നിലവിലെ സാഹചര്യത്തിൽ ഗതാഗതക്കുരുക്ക് വാഹനയാത്രികർക്ക് പുറമെ വ്യാപാര സ്ഥാപനങ്ങൾക്കും പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കട്ടപ്പനയിൽ നാളുകളായി തുടരുന്ന ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം കാണുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ദിനംപ്രതി ഗതാഗത തടസ്സം മൂലം കട്ടപ്പന നഗരം ശ്വാസം മുട്ടുകയും ചെയ്യുന്നു. നിരവധിയായ ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിലും ആളുകൾ വേണ്ടത്ര ഗൗരവം ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല. ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ കട്ടപ്പനയുടെ പ്രതിസന്ധിയായ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. നമുക്ക് കട്ടപ്പന ടൗണിലെ വഴികളുടെ വീതി കൂട്ടുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമല്ല. കാരണം നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അനുസരിച്ച് അവിടെ കടകളൊക്കെ പുറകോട്ട് മാറ്റുക എന്നൊക്കെ പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുന്നത് നമ്മുടെ ബൈപ്പാസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടൗണിലേക്ക് വരേണ്ട വണ്ടികൾ മാത്രം ടൗണിൽ വന്നാൽ മതി. അല്ലാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ടൗണിൻ്റെ പുറഭാഗത്ത് കൂടിയുള്ള ബൈപ്പാസുകളിൽ കൂടി പോകാനായിട്ട് അവർക്ക് കഴിയണം. അപ്പോൾ നമുക്ക് അതുകൊണ്ട് പാറക്കടവിൽ നിന്നും ഒരു ബൈപ്പാസ് ഇപ്പോൾ പള്ളിക്കാട് വരെ അത് വന്ന് നിൽപ്പുണ്ട്. അത് ഇവിടെ കുറേ വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് വന്നിട്ട് പള്ളിക്കവലയിൽ വരെ വന്നിട്ട് ഇപ്പം ഏലപ്പാറയ്ക്കൊക്കെ പോകേണ്ടതാണെങ്കിൽ അത് സ്കൂൾ കവല വഴി ആ രീതിയിൽ അങ്ങോട്ട് പോകുന്നൊരിതുണ്ട്. ഇനിയും നമുക്ക് ചില ബൈപ്പാസുകൾ ഇപ്പം നമുക്കറിയാം, വെള്ളയാങ്കുടിയിൽ നിന്ന് ഒരു ബൈപ്പാസ് ഗവൺമെൻറ് കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടി ITI ജംഗ്ഷൻ വഴി പള്ളിക്കവലയിൽ വരികയാണെങ്കിൽ അതും, അതോടൊപ്പം തന്നെ വെള്ളയാങ്കുടിയിൽ നിന്ന് ഒരെണ്ണം സുവർണഗിരി വഴി തുവരയാറിൽ ചെന്ന് 20 ഏക്കർ വഴി വള്ളക്കടവിൽ ചെല്ലുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അങ്ങനെ ഒരു ബൈപ്പാസ്. അതോടൊപ്പം തന്നെ KSRTCയുടെ അവിടെ നിന്നും പേഴുങ്കവല വഴി SN ജംഗ്ഷനിൽ വന്ന് നമ്മുടെ നെടുങ്കണ്ടം റൂട്ടിലേക്ക് കയറി പോകാൻ കഴിയുന്ന ഒരു ബൈപ്പാസ്. ഇങ്ങനെയുള്ള 2-3 ബൈപ്പാസുകൾ നമുക്ക് അത് ക്രമപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൗകര്യപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇടുക്കിയിൽ നിന്നും വരുന്ന ഒരു വാഹനം അത് ഏലപ്പാറ വഴി കോട്ടയത്തിന് പോകേണ്ടതാണ് എങ്കിൽ അത് വെള്ളയാങ്കുടിയിൽ വരുമ്പോൾ തന്നെ അവിടെ നിന്ന് തിരിഞ്ഞത് പൊന്നിക്കവലയിൽ ചെന്ന് 20 ഏക്കറിൽ ചെന്ന് അതുവഴി അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും. അത് കുമളിക്ക് പോകേണ്ടതാണെങ്കിൽ അതിലെ ഇറങ്ങി നേരെ അവിടെ നിന്ന് വള്ളക്കടവ് വഴി ആനവിലാസം വഴി അത് കുമളിക്ക് പോകാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ആനവിലാസിന് വരുന്ന ഒരു വണ്ടി അത് കോട്ടയത്തേക്കാണ് പോകേണ്ടത് എങ്കിൽ അത് 20 ഏക്കർ വരുമ്പോൾ അത് അങ്ങോട്ട് തിരിഞ്ഞു പോയാൽ മതി. അത് ഇടുക്കിക്കാണ് പോകേണ്ടതെങ്കിൽ അവിടെ നിന്ന് നേരെ വെള്ളയാങ്കുടി കയറിയാൽ മതി. അതോടൊപ്പം തന്നെ ഒരു നമ്മൾ ഗവൺമെൻറ് കോളേജിൻ്റെ അതിലെയുള്ള റോഡ് നന്നാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ നെടുങ്കണ്ടം ഭാഗത്തേക്ക് പോകാനുള്ള വണ്ടികൾ അത് വെള്ളയാങ്കുടി ഇടുക്കി റൂട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ വെള്ളയാങ്കുടിയിൽ നിന്ന് തന്നെ അത് തിരിഞ്ഞ് ഗവൺമെൻറ് കോളേജിൻ്റെ അതിലെ നേരെ വന്ന് പള്ളിക്കവലയിൽ വന്നിട്ട് നമുക്ക് പാറക്കടവിൽ ചെന്ന് ആ വണ്ടിക്ക് അതിലെ കയറി അങ്ങോട്ട് പോകാം. അതോടൊപ്പം തന്നെ കുമളിയിൽ നിന്നും, അതായത് അണക്കര ഭാഗത്തു നിന്നും
ആ വരുന്ന വണ്ടികളാണെങ്കിൽ അത് ഏലപ്പാറയ്ക്ക് പോകേണ്ടതാണെങ്കിലും അത് ഇടുക്കിക്ക് പോകേണ്ടതാണെങ്കിലും അതേ റോഡിൽ തന്നെ വന്നിട്ട് നമുക്ക് ഇത് തിരിഞ്ഞു പോകാനായിട്ട് സാധിക്കും. ആ വാഹനങ്ങളൊന്നും നമുക്ക് ടൗണിൽ കയറേണ്ട ആവശ്യമില്ല. നെടുങ്കണ്ടത്തുനിന്ന് വരുന്ന ഒരു വാഹനമാണ് എങ്കിൽ അത് ഇടുക്കിക്കാണ് പോകേണ്ടത് എങ്കിൽ അത് എസ്.എൻ. ജംഗ്ഷനിൽ നിന്ന് നേരെ പേഴുങ്കവല വഴി KSRTC ജംഗ്ഷൻ കയറി നേരെ അങ്ങോട്ട് പോകാം. ഇനി അതല്ല എങ്കിൽ അങ്ങോട്ട് പോകേണ്ടതാണെങ്കിൽ ആ വഴിക്ക് അവർക്ക് പോകാനായിട്ട് അവർക്ക് സാധിക്കും. ഇനിയിപ്പം അവർക്ക് പോകേണ്ടത് എന്ന് പറയുന്നത് ഇടുക്കി റൂട്ടിലാണ്, അല്ല ഏലപ്പാറ റൂട്ടിലാണ് എങ്കിൽ അവരെ പുളിയമ്പല വഴി ഇറങ്ങിപ്പോയാൽ പാറക്കടയിൽ ചെന്ന് ബൈപ്പാസ് വഴി ഇറങ്ങി അവർക്ക് അതിലേക്ക് കയറി അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റൂട്ടിൽ എങ്ങോട്ട് പോകേണ്ട ആളുകളാണേലും ഏത് സ്ഥലത്തേക്ക് വരേണ്ട ആളുകളാണേലും ഈ ടൗണിൽ കയറാതെ തന്നെ ബൈപ്പാസുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ടൗണിലേക്ക് വരേണ്ട ആളുകൾ മാത്രം ടൗണിൽ വന്നാൽ മതി എന്ന് വരുമ്പോഴത്തേക്കും ടൗണിലെ തിരക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. തന്നെയുമല്ല, ഈ ബൈപ്പാസുകൾ കടന്നു പോകുന്ന പ്രദേശങ്ങൾ മുഴുവൻ വികസിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് ടൗണിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സൗകര്യം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അത് മുനിസിപ്പാലിറ്റിയുടെയും അതോടൊപ്പം തന്നെ വ്യാപാരികളുടെയും എല്ലാം സഹകരണത്തോടു കൂടി ഒന്നെങ്കിൽ ഒരു മൾട്ടി ലെവൽ ഒരു പാർക്കിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു പാർക്കിംഗ് സൗകര്യം നമുക്ക് ടൗണിൽ ഉണ്ടാക്കിയില്ല എങ്കിൽ ടൗണിലേക്ക് വന്നു കഴിയുമ്പോൾ വഴി സൈഡിൽ വാഹനം ഇടാൻ സൗകര്യമില്ല, കടകളുടെ ഫ്രണ്ടിൽ വാഹനം ഇടാൻ സൗകര്യമില്ല എന്നുള്ള നിലയിൽ വരുമ്പോൾ ആർക്കും ടൗണിൽ വന്ന് ഏതെങ്കിലും കാര്യങ്ങൾ നടത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതൊക്കെ വ്യാപാരത്തെയും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളെയും ഒക്കെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഒരു പൊതുവായ ഒരു കോമൺ പാർക്കിംഗ് സംവിധാനം നമ്മുടെ ടൗണുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുമുണ്ട്. അതൊക്കെ ടൗണിന്റെ നിലനിൽപ്പിനും ടൗണിന്റെ വളർച്ചയ്ക്കും അത് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു സൗകര്യം ടൗണിൽ ഉണ്ടാവുകയും ബൈപ്പാസുകളുടെ ഉപയോഗം നമ്മൾ പൂർണ്ണമായും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ കട്ടപ്പനയിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ട്രാഫിക് ജാമുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. ഒരു പുതിയ പാർക്കിംഗ് സിസ്റ്റം നമ്മുടെ ടൗണുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ ടൗണിലേക്ക് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ കടന്നു വരുവാനും അവരുടെ വാഹനങ്ങൾ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് അവർക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, അല്ല മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നടത്തിപ്പോകാനായിട്ട് കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ബൈപ്പാസുകളുടെ ആ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും ടൗണിനോടനുബന്ധിച്ച് ഒരു പൊതുവായ ഒരു പാർക്കിംഗ് സംവിധാനം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്താൽ ഇന്ന് കട്ടപ്പനയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ട്രാഫിക് പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയും. നിലവിൽ നിരവധിയായ ബൈപ്പാസ് റോഡുകൾ കട്ടപ്പനയിലുണ്ട്. ആളുകൾ അത് ഉപയോഗിക്കാതെ ടൗണിലേക്ക് എത്തുന്നതോടെ വലിയ ഗതാഗത പ്രതിസന്ധിയെയാണ് ദിനംപ്രതി അഭിമുഖീകരിക്കുന്നത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നതോടെ ആളുകൾക്ക് സ്ഥാപനങ്ങളിൽ എത്താൻ പോലും ബുദ്ധിമുട്ട് നേരിടുന്നു. ഇത് വ്യാപാര മേഖലയ്ക്കും പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കുക വഴി വിവിധ മേഖലകളിലേക്ക് വികസനവും എത്തും. കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ മഴയത്ത് ചെളിവെള്ളം ഒലിച്ചു കയറുന്നതോടെ OPയുടെ അടക്കം പ്രവർത്തനം താറുമാറാകുന്നു. മഴവെള്ളം ഒഴുകിപ്പോകാൻ ഡ്രെയിനേജുകൾ നിർമ്മിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. വിഷയത്തിൽ നഗരസഭ മറ്റുള്ളവരെ പഴിചാരി തലയൂരുകയാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. കട്ടപ്പന നഗരസഭയുടെ കീഴിലുള്ള താലൂക്ക് ആശുപത്രിയാണ് മഴ പെയ്യുന്നതോടെ ചെളിവെള്ളത്തിൽ നിറയുന്നത്. മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ചെളിവെള്ളം ഒഴുകിപ്പോകാനുള്ള കൃത്യമായ ഡ്രെയിനേജിന്റെ അഭാവമാണ് പ്രതിസന്ധിക്ക് കാരണം. മഴ പെയ്യുമ്പോൾ വെള്ളം ആശുപത്രിക്കകത്തേക്ക് കയറുന്ന സ്ഥിതിയാണുള്ളത്. ഇതോടെ ആശുപത്രിയിലെ OP വിഭാഗത്തിന്റെ പ്രവർത്തനമടക്കം താറുമാറാകുകയാണ്. വിഷയത്തിൽ നഗരസഭ നിരുത്തരവാദിത്തപരമായ നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ കൗൺസിലർ ഷാജി കൂത്തോടി കുറ്റപ്പെടുത്തി. വളരെ നിരുത്തരവാദപരമായ രീതിയാണ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം PWD പണിത കെട്ടിടമാണ്. ആ കെട്ടിടം പണിത ആളുകൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് PWD പരിഹരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഭരണസമിതി പറയുകയും, എന്നാൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ സമീപ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ പരിഹരിക്കുന്നതിന് വേണ്ട ഒരു നടപടി കട്ടപ്പന നഗരസഭ സ്വീകരിക്കണമെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. നഗരസഭ കൗൺസിലടക്കം വിഷയം ഉന്നയിച്ചെങ്കിലും നഗരസഭ കെട്ടിടം നിർമ്മിച്ച പൊതുമരാമത്ത് വകുപ്പിനെ പഴിചാരുകയാണ്. എന്നാൽ രോഗികളുടെയും ആശുപത്രിയിലെത്തുന്നവരുടെയും പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര ഗൗരവത്തോടെ പരിഹാരം കാണാൻ നഗരസഭ തയ്യാറാകണമെന്നാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ആവശ്യം.
ആശുപത്രിയിലെ OP വിഭാഗം പ്രവർത്തിക്കുന്ന ഭാഗങ്ങൾ, രോഗികൾ കിടക്കുന്ന വാർഡിന്റെ പരിസരങ്ങൾ, ആശുപത്രിയുടെ വിവിധ പാസേജുകൾ എന്നിവിടങ്ങളിലാണ് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത്. വിഷയം പരിഹരിക്കാത്ത പക്ഷം കാലവർഷമാകുന്നതോടെ വലിയ പ്രതിസന്ധിയാവും താലൂക്ക് ആശുപത്രി നേരിടേണ്ടി വരിക. കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിക്കുള്ളിൽ വെള്ളം കയറിയത് കെട്ടിടം നിർമ്മിച്ച പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണത്തിലെ അപാകതയെന്ന് നഗരസഭാ ഭരണപക്ഷം. താൽക്കാലികമായി വിഷയത്തിൽ പരിഹാരം കണ്ടിട്ടുണ്ടെന്നും ഉടൻ തന്നെ പദ്ധതി ആവിഷ്കരിച്ച് പ്രതിസന്ധിക്ക് പൂർണ്ണ പരിഹാരം കാണുമെന്നും നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB പാറപ്പായി പറഞ്ഞു. മഴ പെയ്യുന്നതോടെയാണ് കട്ടപ്പന നഗരസഭയുടെ കീഴിലുള്ള താലൂക്ക് ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴവെള്ളം കയറുന്നത്. കൃത്യമായ ഡ്രെയിനേജിന്റെ അഭാവമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കെട്ടിടം നിർമ്മിച്ച പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണത്തിലുണ്ടായ അനാസ്ഥയാണ് ഇത്തരത്തിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് നഗരസഭാ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB പാറപ്പായി പറഞ്ഞു. PWD പുതിയ ബിൽഡിംഗ് നിർമ്മിച്ചപ്പോൾ അതിന് ആവശ്യമായ ഡ്രെയിനേജ് നിർമ്മിക്കാതെയാണ് അവർ ബിൽഡിംഗ് നിർമ്മിച്ചത്. അപ്പം അതുകൊണ്ട് വെള്ളം ഒഴുകി പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വന്നതുകൊണ്ടാണ് ആ സാഹചര്യമുണ്ട്. പക്ഷേ അത് അധികമായി വന്ന വെള്ളം ഓവർഫ്ലോ ചെയ്ത് ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറിയതുകൊണ്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പം PWDക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഡ്രെയിനേജിനുള്ള എസ്റ്റിമേറ്റ് ഇല്ലായിരുന്നു. അവരുടെ എസ്റ്റിമേറ്റ് ഇല്ലായിരുന്നതുകൊണ്ടാണ് അവർ ഡ്രെയിനേജ് ഉണ്ടാക്കാഞ്ഞത് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായേ തീരൂ. ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഈ പുതിയ ബിൽഡിംഗ് പണിതിരിക്കുന്നതിൽ നിന്നും മുകളിൽ നിന്നും വരുന്ന വെള്ളം നല്ല ഒരു ഡ്രെയിനേജ് കൊടുത്ത് പുറത്തേക്ക് വിടേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത DPC, അതായത് ഇപ്പം പെരുമാറ്റച്ചട്ടം ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഇനി DPC എന്ന് പറയുന്ന ജൂലൈ മാസത്തിലേ കാണുകയുള്ളൂ. അടുത്ത DPCയിൽ വെച്ചിട്ട് നമ്മൾ ഒരു നല്ല ഡ്രെയിനേജ് പണിത് വെള്ളം പുറത്തേക്ക് വിടേണ്ടതായിട്ടുണ്ട്. അതിന് പ്രോജക്റ്റ് വെക്കണം. അത് ആവശ്യമായ പ്രോജക്റ്റ് അന്നേരം വെച്ച് ശാശ്വതമായ പരിഹാരം കാണുന്നതിനുള്ള ക്രമീകരണം അടുത്ത DPCയിൽ ഉണ്ടാകും. പിന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന വെള്ളക്കെട്ട് അല്ലെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായിട്ടുള്ള പരിഹാരം കണ്ടിട്ടുണ്ട്. വിഷയത്തിൽ അടുത്ത DPCയിൽ പദ്ധതി ആവിഷ്കരിച്ച് നഗരസഭ പരിഹാരം കാണുമെന്നും താൽക്കാലിക പരിഹാരമെന്നോണം പ്ലംബറെ ഉപയോഗിച്ച് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഭരണസമിതി വ്യക്തമാക്കി. ആശുപത്രിയിൽ നഗരസഭാ അധ്യക്ഷ ബീന ടോമി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB പാറപ്പായി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ IB മോൾ രാജൻ എന്നിവർ സന്ദർശനം നടത്തി. അടിമാലി കുമളി ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. വെള്ളയാങ്കുടി കട്ടപ്പന റോഡിൽ 3 ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്കേറ്റു. റോഡിലെ ചരലിൽ തെന്നിയാണ് വാഹനങ്ങൾ മറിഞ്ഞത്. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ വെള്ളയാങ്കുടി കട്ടപ്പന റോഡിലാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. 3 വാഹനങ്ങളാണ് ഒരേ സമയം ഇവിടെ അപകടത്തിൽപ്പെട്ടത്. പാതയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചരലിൽ തെന്നിയാണ് വാഹനങ്ങൾ മറിഞ്ഞതെന്ന് അപകടത്തിൽ പരിക്കേറ്റ ബിനു പറഞ്ഞു. ഫ്രണ്ടിൽ പോയ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് ഫ്രണ്ടിലെ കാർ ബ്രേക്ക് പിടിച്ചു. അതിൻ്റെ പുറകെ വന്ന പെങ്കൊച്ച് ബ്രേക്ക് പിടിച്ച് മറിഞ്ഞു വീണു. അപ്പോൾ ഞങ്ങൾ പുറകെ ഒരു സ്കൂട്ടിയും എൻ്റെ ബൈക്കും ഉണ്ടായിരുന്നു. രണ്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോഴത്തേന് ചരലിൽ തന്നെ വീണാണ്. മഴ പെയ്തതോടെ പാതയിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും പിന്നീട് മണൽത്തരികൾ അടിഞ്ഞുകൂടി കിടക്കുകയും ചെയ്യും. ഇത് നിരന്തരമായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് കാരണമാവുകയാണ്. പാതയിലെ ഓടയുടെ അഭാവമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. 3 ടൂ വീലർ ഒരുപോലെ ബ്രേക്ക് പിടിച്ചതാണ് ഈ ചരലിനകത്ത് മറിയാൻ കാരണം. ഈ വെള്ളം ഒഴുക്ക് വരുന്നതുകൊണ്ട് മണലുകൾ ഇവിടെ ധാരാളം കിടപ്പുണ്ട്. അപ്പോൾ ടൂ വീലറുകാർ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് അധികാരികളുടെ ഭാഗത്തു നിന്ന് റോഡിലേക്ക് ഒഴുകുന്ന ഈ ചരലുകൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. 2 മാസത്തെ കണക്ക് പരിശോധിച്ചാൽ 5ഓളം അപകടങ്ങളാണ് ഇതേ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളത്. പാതയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽത്തരികൾ നീക്കം ചെയ്യുന്നതിനൊപ്പം പാതയുടെ വശങ്ങളിൽ ഓടകൾ നിർമ്മിക്കണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ അയ്യപ്പൻകോവിൽ ആലടി പരപ്പ് വഴിയുള്ള ഗതാഗതത്തിന് 22-ാം തീയതി വരെ നിയന്ത്രണം ഏർപ്പെടുത്തി. ആലടി ഭാഗത്ത് പാറഖനനം നടക്കുന്നതിനാലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ആലടി പരപ്പ് റോഡിൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. ഇതിനാൽ വാഹനങ്ങൾ ആലടി കൂരാമ്പാറ പാലം വഴിയാണ് മേരികുളത്തേക്ക് എത്തിയിരുന്നത്. എന്നാൽ റോഡിന് മതിയായ വീതി ഇല്ലാത്തതിനാൽ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഇതോടൊപ്പം ബസ് ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ വരുമ്പോൾ കടന്നുപോകാൻ കഴിയാതെ ഏറെ നേരം ഗതാഗത തടസ്സത്തിനും കാരണമായിരുന്നു. വലിയ വാഹനങ്ങൾ വരുമ്പോഴത്തേനും നമ്മളെപ്പോലെ ചെറിയ വണ്ടികൾക്ക് സൈഡ് കൊടുക്കാനും പറ്റാത്ത സാഹചര്യമാണ് വരുന്നത്. സൈഡ് കൊടുക്കുന്ന സാഹചര്യം വരുമ്പോഴത്തേനും വലിയ വലിയ കുഴികളിലോട്ട് നമ്മൾ വണ്ടി ചെരിയുക, മറിയാൻ പോകുന്ന അവസ്ഥ എന്നിവ ഇങ്ങനെ പല പല ബുദ്ധിമുട്ടുകളായി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ വീതി കൂട്ടുക, അതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളൂ. കാരണം വണ്ടി വരും തോറും
ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇത്. റോഡിന്റെ ഇരുവശങ്ങളിലെയും കാടുകൾ വെട്ടിയും റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മണ്ണുൾപ്പെടെ JCB ഉപയോഗിച്ച് മാറ്റുകയും വാഹനങ്ങൾക്ക് സുഗമമായ രീതിയിൽ കടന്നുപോകാൻ വീതി കൂട്ടുമെന്നും പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. എത്രയും വേഗം ബന്ധപ്പെട്ട അധികൃതർ റോഡിലെ തടസ്സങ്ങൾ നീക്കി വാഹന ഗതാഗതം സുഗമമാക്കണമെന്നാണ് ആവശ്യം. ഈ വലിയ വലിയ KSRTC വാഹനങ്ങൾ അങ്ങോട്ട് ബസ് ബാക്കി മറ്റു വലിയ വാഹനങ്ങൾ വരുമ്പോൾ റോഡിൻ്റെ സൈഡിൽ വീതിയില്ല, റോഡിന് വീതി കുറവും മഴയെ കാരണം ചെളിയും കാര്യങ്ങളൊക്കെയാണ്. അന്നേരം അത് കഴിഞ്ഞ ആഴ്ച പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞായിരുന്നു അതിൻ്റെ റോഡിലെ സൈഡിലെ മണ്ണുകൾ മാറ്റാൻ JCB ഉപയോഗിച്ച് മാറ്റി തരാമെന്നും അതിൻ്റെ സൈഡിലെ വീതി കൂട്ടുന്നതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ച പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഇതുവരെ ഒരു തീരുമാനമായില്ല. വീണ്ടും റോഡ് 6/22 തീയതി വരെത്തേക്കും വീണ്ടും വഴി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അന്നേരം ഇതേപോലുള്ള ഞങ്ങളെപ്പോലുള്ള ചെറിയ വാഹനക്കാർക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ ഈ വലിയ ബസ് വരുന്ന ഇവരൊന്നും ഹോൺ പോലും അടിക്കാതെയാണ് വരുന്നത്. ഒരു ഹോൺ പോലും അടിക്കാതെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചെറിയ വണ്ടിക്കാരൊക്കെ പെട്ടെന്ന് അടുത്ത് വന്നു കഴിയുമ്പോഴേ ഈ വണ്ടി കാണുന്നു. നമ്മളെന്ത് ഇനി വന്ന് പള്ളക്കകത്തൂടെ കയറി പോകുമ്പോൾ തെളിയുന്നതല്ലാതെ റോഡ് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ആലടി ഭാഗത്ത് പാറഖനനം നടക്കുന്നതിനാൽ മെയ് 22 തീയതി വരെ ഏലപ്പാറ, വാഗമൺ, പാല, കോട്ടയം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പരപ്പിൽ നിന്നും ഉപ്പുതറ, ചീന്തലാർ വഴിയും ഏലപ്പാറ, ചപ്പാത്ത് വഴി കട്ടപ്പനയിലേക്കുള്ള വാഹനങ്ങൾ ആലടി, കൂരാൻപാറ പാലം വഴിയും മേരുകുളം വഴിയുമാണ് യാത്ര ചെയ്യേണ്ടത്. കൊടുംവേനലിൽ കരിഞ്ഞുണങ്ങിയ വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയ്ക്ക് ആശ്വാസമായി വേനൽ മഴ. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി ലഭിച്ച വേനൽ മഴയെ തുടർന്ന് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായതിന്റെ ആശ്വാസത്തിലാണ് തോട്ടം മേഖലയിലെ ജനങ്ങൾ. വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് അനുഭവപ്പെട്ട കടുത്ത വേനലിനൊപ്പം ഇടുക്കി ജില്ലയിലും വേനൽ ചൂടിന്റെ കാഠിന്യത്താൽ ജലസ്രോതസ്സുകൾ വറ്റിവരണ്ടിരുന്നു. വേനൽക്കാലങ്ങളിൽ അല്പമെങ്കിലും പച്ചപ്പ് അവശേഷിച്ചിരുന്ന തോട്ടം മേഖലയിലെ ജലസ്രോതസ്സുകളും വറ്റിവരണ്ടിരുന്നു. പ്രധാന ജലസ്രോതസ്സായ പെരിയാർ നദി വറ്റിയതോടെ തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിലും കടുത്ത ജലക്ഷാമമാണ് അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വണ്ടിപ്പെരിയാറിന്റെ പല മേഖലകളിലും വേനൽ മഴ ലഭിക്കുന്നുണ്ട്. ഇതോടെ കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമായി. കൈത്തോടുകളിലും നീരുറവകൾ ഉള്ള പാറക്കെട്ടുകളിലും നീരൊഴുക്കുകൾ ആരംഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് തോട്ടം മേഖല. തോട്ടം മേഖലയുടെ പ്രധാന കാർഷിക വിളകളായ തേയില, ഏലം, കുരുമുളക് തുടങ്ങിയവ കനത്ത വേനലിൽ കരിഞ്ഞുണങ്ങിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ലഭിക്കുന്ന വേനൽ മഴ കാർഷിക മേഖലയ്ക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ മാസം അവസാനത്തോടുകൂടി വേനൽ മഴ ആരംഭിക്കുമെന്ന പ്രവചനം നിലനിൽക്കെ ആശ്വാസത്തിലാണ് തോട്ടം മേഖലയിലെ ജനങ്ങൾ. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാഞ്ചാർ നെരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിലെ 1980-81 വർഷത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 350ഓളം പേരും 9 ഡിവിഷനുകളും ഉണ്ടായിരുന്ന വർഷമായിരുന്നു 1980-81 ബാച്ച്. ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സൗഹൃദ സംഗമത്തിൽ സ്കൂൾ മാനേജർ B. ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വളരെയേറെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. ഞാൻ ഈ വേദിയിലിരുന്ന് ചിന്തിച്ചത്, ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ കൂടിക്കൊണ്ടുവരുന്ന ഒരു ശീലമുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 80-81 ബാച്ചിലെ ഏതാണ്ട് 360ഓളം കുട്ടികൾ ഇവിടെ 9 ബാച്ചുകളിലായി പരീക്ഷ എഴുതി. അതൊരു ബാച്ചിൽപ്പെട്ടവരുടെ സമ്മേളനമാണ് നടക്കുന്നത്. ഇത് ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമാണ് എന്നതിനേക്കാളുപരി സാധ്യമാകുന്ന ഒന്നാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. പക്ഷെ ഇതിന് നിങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ച് താല്പര്യം കാണിച്ച് ഇങ്ങനൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള സ്കില്ല് അത് നിങ്ങളുടെ ജോലിയിലും പ്രവർത്തനത്തിലും എല്ലാം രൂപപ്പെടുത്താൻ സാധിച്ച
ഈ കലാലയത്തോട് നിങ്ങൾക്കുള്ള പുക്കിൾപ്പടി ബന്ധമാണ് എന്ന് ഏറെ സന്തോഷത്തോടുകൂടി സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും മികച്ച വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, കട്ടപ്പന നഗരസഭാ കൗൺസിലർ സജിമോൾ ഷാജി, കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മധുക്കുട്ടൻ, സ്കൂൾ ഹെഡ്മാസ്റ്റർ R ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. രാജശേഖരൻ MV, ബൈജു വേമ്പേനി, മധുക്കുട്ടൻ നായർ, ടോമി തോമസ്, ടോമി ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 208, വിൽപ്പനയ്ക്ക് വന്നത് 48,643, വിൽപ്പന നടന്നത് 48,643. കൂടിയ വില 2,871, ശരാശരി വില 2,008. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 575 രൂപ, ഏലം കൂടിയ വില 2000, ഏലം ശരാശരി വില 1800. കാപ്പിപ്പരിപ്പ് 320, ഗ്രാമ്പു 950, കൊക്കോ 170, റബ്ബർ 175. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,785 രൂപ, വെള്ളി 92. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ വേനലിനുണ്ടായ കൃഷിനാശം വിലയിരുത്താൻ വകുപ്പ് മന്ത്രി P പ്രസാദ് ജില്ലയിൽ സന്ദർശനം നടത്തി. അതിരൂക്ഷമായ വരൾച്ചയിൽ കൃഷിനാശം സംഭവിച്ച കർഷകരെ സ്പൈസസ് ബോർഡ് അടക്കമുള്ള കാർഷിക ബോർഡുകൾ സഹായിക്കണമെന്ന് മന്ത്രി. നാശനഷ്ടം നേരിട്ട കർഷകർക്ക് അർഹമായ സഹായം സർക്കാർ നൽകുമെന്നും ഉറപ്പ്. തമിഴ്നാട്ടിലെ കമ്പത്ത് കാറിനുള്ളിൽ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കോട്ടയം വാകത്താനത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ജോർജ് P സക്കറിയ, ഭാര്യ മേഴ്സി, മകൻ അഖിൽ എന്നിവർ. മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കമ്പംമെട്ട് റോഡിൽ നിന്നു മാറിയുള്ള തോട്ടത്തിനകത്ത് പാർക്ക് ചെയ്ത കാറിനുള്ളിൽ. അരിക്കൊമ്പൻ വിദഗ്ധ സമിതി റിപ്പോർട്ടിനെതിരെ ചിന്നക്കനാൽ, മൂന്നാർ മേഖലകളിൽ പ്രതിഷേധം ശക്തമാകുന്നു. റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി. ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന റിപ്പോർട്ടിനെതിരെ പഞ്ചായത്ത് ഹൈക്കോടതിയെയും സമീപിക്കും. കട്ടപ്പനയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ 18, 19 തീയതികളിൽ നടത്തുവാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. അടിയന്തര നടപടി. പുളിയൻമലയിൽ 10ഓളം ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.